സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം അധ്യായം 2, 29 മുതൽ 31 വരെ. ഇപ്പോൾ നാഥ, തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ മഹത്വവുമായി നീ സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിൻ്റെ രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 29 മുതൽ 31 വരെയുള്ള തിരുവചനങ്ങളിലെ ആദ്യ ഭാഗം നാം കഴിഞ്ഞ ദിവസം ധ്യാനിക്കുവാനിടയായി. ഇവിടെ ശിമിയോൻ എന്ന നീതിമാനായ മനുഷ്യൻ രണ്ടാമതായി ഈ തിരുവചനത്തിൽ പ്രസ്താവിക്കുന്നത് ക്രിസ്തുവിനെക്കുറിച്ച്, നീ സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിൻ്റെ രക്ഷ എന്നാണ്. അഥവാ ക്രിസ്തു മാനവജാതിക്ക് നൽകപ്പെട്ട ദൈവിക രക്ഷയാണ്. ഓരോ മനുഷ്യനും അത്യന്താപേക്ഷിതമായിരിക്കുന്നത് രക്ഷയാണ്. രക്ഷ എന്നാൽ ശിക്ഷയിൽ നിന്നുള്ള വിടുതലാണ്. എന്താണ് ശിക്ഷ? തിരുവചനം വെളിപ്പെടുത്തുന്നത് പാപത്തിൻ്റെ ശിക്ഷ മരണം എന്നാണ്. സകല മനുഷ്യരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തിയെന്നും നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല എന്നും തിരുവചനം അനുശാസിക്കുന്നു. ഇങ്ങനെ എല്ലാവരും പാപാന്ധകാരത്തിൽ നിബന്ധിച്ചപ്പോൾ അവർക്ക് ഒരു രക്ഷ അത്യന്താപേക്ഷിതമായി വന്നു. ആ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തിയത് പിതാവായ ദൈവമാണ്. അവിടുന്ന് സ്വർഗത്തിൽ തൻ്റെ വലത്തുഭാഗത്തിരുന്ന പുത്രനായ ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് സകല ജാതികളുടെയും രക്ഷകനായി നൽകുകയായിരുന്നു. ഈ സത്യമാണ് നീതിമാനായ ശിമ്യോൻ വിളിച്ചു പറയുന്നത്. എത്ര വലിയ വെളിപ്പാടാണ് ഈ നീതിമാനായ മനുഷ്യൻ പ്രസ്താവിക്കുന്നത്. ഇന്നും ഈ ഭൂമിയിൽ ജാതികളുണ്ട്, ദൈവജനമുണ്ട്. ഒരു വലിയ സമൂഹം അന്ധകാരത്തിലും നിബന്ധിച്ചിരിക്കുന്നു. അന്ധകാരത്തിലായിരിക്കുന്നവർക്ക് അത്യന്താപേക്ഷിതമായിരിക്കുന്നത് അത്ഭുത പ്രകാശമാണ്. ആ അത്ഭുത പ്രകാശമായി ക്രിസ്തു വെളിപ്പെട്ടിരിക്കുന്നു. ദൈവപുത്രൻ ജനിച്ചിരിക്കുന്നു. ഓരോ മനുഷ്യനും അത്യന്താപേക്ഷിതമായിരിക്കുന്ന രക്ഷ കരസ്ഥമാക്കുവാൻ ചെയ്യേണ്ടത് ദൈവപുത്രനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുക എന്നുള്ളതാണ്. കേവലം ഒരു ചെറിയ വിശ്വാസം വഴി ക്രിസ്തുവിനെ ഹൃദയത്തിലേക്ക് രക്ഷകനായി സ്വീകരിക്കുവാൻ കഴിയും. അങ്ങനെ ചെയ്താൽ രക്ഷ ലഭ്യമാകുവാനിടയാവും. നരകത്തിലേക്കുള്ള പ്രയാണത്തിൽ നിന്ന് സ്വർഗത്തിലേക്കുള്ള മാറ്റമാണ് രക്ഷ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ വലിയ രക്ഷ കരസ്ഥമാക്കുവാൻ വചനം കേട്ട എല്ലാവർക്കും ദൈവം കൃപ തരട്ടെ. ആമേൻ.